ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള കറിയായിട്ടാണ്. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ചക്കക്കുരു, മാങ്ങ, ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്, അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു നന്നാക്കി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പുളിയുള്ള മാങ്ങയും ഒരെണ്ണം ഞാൻ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെമ്മീനും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല, ചുമ്മാ നമ്മൾ വെറുതെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കഴുകിയെടുത്തിട്ടില്ല കേട്ടോ, ഞാൻ വറുത്തതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇതിൻ്റെ തല കളയും, അതുപോലെ തന്നെ വാല് കളയും. ചിലർ ഇതിൻ്റെ ഒന്നും കളയത്തില്ല കേട്ടോ, കഴുകിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇതിൻ്റെ തല മാത്രമേ കളഞ്ഞെടുക്കുന്നുള്ളൂ, വാലൊന്നും കളയണില്ല കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം നല്ലോണം തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തലയൊക്കെ കളയണ സമയത്ത് ഇത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു കുക്കർ എടുക്കാം, അതിലോട്ട് ചക്കക്കുരു ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചട്ടിയിലൊക്കെ വേണമെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുക്കറിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നീളത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യമേ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 3-4 പച്ചമുളകോളം ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഉപ്പ്, കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇതിലോട്ട് 2 ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു 4 വിസിൽ, ഞാൻ 4 വിസിൽ ഇവിടെ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ആ ഒരു ചക്കക്കുരുവിൻ്റെ വേവിനനുസരിച്ചിട്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതേ കൂടുതൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇത് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേങ്ങയുടെ ഒപ്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല അടിപൊളി ഒരു പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു ടൈമിലേക്ക് ഇത് നമ്മുടെ ചക്കക്കുരൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓൾറെഡി നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും. അപ്പോൾ ഇതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് ഈ കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കണില്ല കേട്ടോ. മാങ്ങ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നേ ഉള്ളൂ. ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ച് ഈ ഒരു മാങ്ങ വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെമ്മീൻ ഇതുപോലെ മുഴുവനായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ വറുത്ത് കഴിയുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തേച്ചാൽ മതി കേട്ടോ, ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് ഇളക്കി ഇളക്കി ചൂടാക്കി എടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കി എടുത്തേച്ചാൽ മതി കേട്ടോ, തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു എന്താ പറയുക ലൂസിനാണ് ഞാൻ കറി എടുക്കുന്നത്. ഇനി ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാവും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൂടാനാവാത്ത എന്താ പറയുക വറവ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ കറിയിലും ഞാൻ പറയുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ചൂടാക്കുക, കടുക് പൊട്ടിക്കുക, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. നമുക്ക് 2-3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വറ്റൽമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തേച്ചാൽ മതി, ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിലോട്ട് 1/2 സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ.
ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നമുക്ക് ചക്കക്കുരുവൊക്കെ കിട്ടുന്ന സീസൺ ആയല്ലോ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് മറ്റൊരു നാടൻ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.